ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ മഞ്ജു ആകട്ടെ ആകെ അസ്വസ്ഥയാണ് കേട്ടോ. മഞ്ജുവിൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം മറ്റൊന്നുമല്ല, തൻ്റെ മകളായ പ്രതീക്ഷ ഏതോ ഒരു ആള്, അതായത് ജി കെയുമായിട്ട് വളരെ അധികം അടുപ്പത്തിലാണ്. ഇപ്പോൾ അവളുടെ മനസ്സിൽ തന്നേക്കാൾ അല്ലെങ്കിൽ തന്നോടൊപ്പം തന്നെ ഒരു സ്ഥാനം ജി കെക്കും ഉണ്ട്. അത് മഞ്ജുവിനെ ആകെ അസ്വസ്ഥപ്പെടുത്തുകയാണ് കേട്ടോ. കുഞ്ഞിൻ്റെ അച്ഛനോടും അച്ഛൻ്റെ വീട്ടുകാരോടും അതേപോലെ അമ്മയോടും അമ്മയുടെ വീട്ടുകാരോടും ആയിരിക്കണം കൂടുതൽ ബന്ധം. ഇതൊന്നും അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ കുട്ടിയിൽ സ്വാധീനം ചെലുത്തുന്നത് മഞ്ജുവിൽ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ മോൾക്ക് ജി കെ, അതായത് നമ്മുടെ ഗിരിയേട്ടൻ ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക മാത്രമല്ല, അവളെ എങ്ങനെ അത് ഓടിക്കണമെന്ന് പോലും പഠിപ്പിച്ചു. അത് ഈ സൈക്കിൾ കണ്ടതും മഞ്ജു ആകെ അസ്വസ്ഥമാവാണ് കേട്ടോ. മോക്കൊരു സൈക്കിൾ വേണമെങ്കിൽ അത് അമ്മ വാങ്ങിച്ചു തരില്ലേ, ഈ സൈക്കിൾ നമുക്ക് തിരിച്ചു കൊടുക്കാമെന്നൊക്കെ മോളോട് പറഞ്ഞെങ്കിലും മോളത് സമ്മതിക്കുന്നില്ല കേട്ടോ. ഇല്ല, ഇതെനിക്ക് ജി കെ വാങ്ങിച്ചു തന്ന സൈക്കിളാണ്, എനിക്ക് ഇത് മാത്രം മതി എന്ന് പറയാം കേട്ടോ. അപ്പം ഇവൾക്ക് ജി കെ എന്ന് വെച്ചാൽ ജീവനാ. ചേച്ചി അതിൽ ഇടപെടാണ്ടാന്ന് മഹിമ പറഞ്ഞപ്പോൾ അവൾക്ക് എന്താ, ജി കെ എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള ഒരാളാണ്, എൻ്റെ മോൾക്ക് എന്നെ കഴിഞ്ഞുള്ളൂ മറ്റാരെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാനത് ഇപ്പം തന്നെ തീർത്തു തരാമെന്ന് പറഞ്ഞിട്ട് മഹിമ മോളോട് ചോദിക്കാം, മോളെ നാളെ എന്താ പറയുക, കുഞ്ഞമ്മയും അതേപോലെ തന്നെ വക്കീലങ്കിളും ഇവിടെ ഉണ്ടാവില്ല. അപ്പം മോളെ ഐസ്ക്രീം കഴിക്കാൻ ആരുടെ കൂടെയാണ് പോകുന്നതാണ് മോൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചപ്പം പെട്ടെന്ന് തന്നെ ജി കെയുടെ കൂടെ എന്ന് പറയാം കേട്ടോ. അത് കേട്ടത് നമ്മുടെ മഞ്ജു വീണ്ടും അസ്വസ്ഥയാവുകയാണ്. കുഞ്ഞിൻ്റെ മനസ്സിൽ ഇത്രത്തോളം സ്വാധീനം പുറത്തുനിന്ന് ഒരാൾ ചെലുത്തി. കുഞ്ഞിൻ്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഗിരിയും, അതായത് തൻ്റെ ഭർത്താവ്, അവളുടെ അച്ഛൻ ഗിരിയേട്ടനും അവളുടെ വീട്ടുകാർക്കും ആണല്ലോ താല്പര്യം ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ അവരോടായിരിക്കേണ്ട ഇവക്ക് ഈ ഒരു ബന്ധം ഉണ്ടാവേണ്ടതെന്നൊക്കെ മഞ്ജു ചിന്തിക്കാം കേട്ടോ. അങ്ങനെ ഒരു ഗ്യാപ്പ് അവർക്കിടയിൽ ഉണ്ടാക്കിയതിൽ തനിക്കും ഒരു പങ്കുണ്ടെന്നൊക്കെ വിചാരിക്കാം കേട്ടോ മഞ്ജു. അങ്ങനെ പിറ്റേന്ന് തന്നെ മഞ്ജു നമ്മുടെ പ്രതീക്ഷ മോളെയും കൂട്ടിയിട്ട് ഗിരിയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ. അവിടെ എത്തിയതും എന്താ പറയുക, ഗിരി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വണ്ടി അവിടേക്ക് വന്നു. പെട്ടെന്ന് ഡോറ് തുറന്നപ്പോൾ മഞ്ജുവിനെ കണ്ടതും ഗിരി ഒത്തിരി സന്തോഷിക്കുകയാണ് കേട്ടോ. എല്ലാം മറന്ന് വീണ്ടും താനും മഞ്ജുവും നമ്മളൊരു ജീവിതമാണല്ലോ ഗിരി സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ജുവിനെ പെട്ടെന്ന് അവിടെ കണ്ടതും ഗിരി സന്തോഷത്തിൽ മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അപ്പുറത്തെ ഡോറ് തുറന്നിട്ട് നമ്മുടെ പ്രതീക്ഷ മോൾ ഇറങ്ങി വരുന്നത് കാണുന്നത് കേട്ടോ. പ്രതീക്ഷയെ കണ്ടതും ഗിരി വാണം വിട്ട പോലെ തിരിച്ചു ഓടുകയാണ് കേട്ടോ. ഇപ്പം കള്ളക്കളി എല്ലാം പൊളിയല്ലോ, ജി കെ താനാണെന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഗിരി റിട്ടേൺ അടിക്കുകയാണ് കേട്ടോ. പോകുന്ന പോക്കിലാണ് നമ്മുടെ പ്രീതി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഗിരിയേട്ടാ എന്താ ഇത് ഓടുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഗിരി പെട്ടെന്ന് പോയിട്ടോ. ഈ ഗിരിയേട്ടൻ ഇത് എന്ത് പറ്റിയെന്ന് ഓർത്തിട്ട് പ്രീതി മുന്നോട്ട് വരുമ്പോഴാണ് മഞ്ജു മോളും കൂടി കാറിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നത് കേട്ടോ. അപ്പം തന്നെ പ്രീതിക്ക് വലിയ സന്തോഷമാണ്. കാരണം ഈ മഞ്ജുവിനെയും മോളെയും കണ്ടിട്ട് ഗിരിയേട്ടൻ സന്തോഷിക്കുകയല്ലോ, ഓടി ഒളിക്കാനാണല്ലോ ശ്രമിച്ചത്. എന്ന് വെച്ചാൽ അവരെ കാണുന്നത് പോലും ഗിരിക്ക് ഇഷ്ടമല്ല എന്നാണ് പ്രീതി കരുതുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ മഞ്ജുവിനെ അവിടെ കണ്ടതും എന്താന്ന് വലിയ ആളുള്ള ഭാഗത്ത് ചോദിക്കാം കേട്ടോ. എന്താന്ന്, എനിക്കിങ്ങോട്ട് വരാൻ എന്താ, നിൻ്റെ സമ്മതം വേണമെന്ന് ചോദിക്കാം കേട്ടോ. അതൊന്നും വേണ്ട, ഗിരിയേട്ടൻ എവിടെ, ഗിരിയേട്ടനെ കാണണമെന്ന് പറയാം കേട്ടോ. പക്ഷേ ഗിരിയേട്ടന് നിങ്ങളെ കാണാൻ ഒരു താല്പര്യവും ഇല്ല. അത് നീയാണോ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മഞ്ജു, നീയും നിൻ്റെ മോളും കൂടി ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോഴേ ഗിരിയേട്ടൻ ഓടി രക്ഷപ്പെടുക ചെയ്തതെന്ന് പറയാം കേട്ടോ. അത് കേട്ടത് മഞ്ജുവിൻ്റെ മുഖം അങ്ങ് എന്തോ ആയി പോവാണ് കേട്ടോ. പ്രതീക്ഷ മോക്കാണെങ്കിൽ ദേഷ്യം വരികയാണ് കേട്ടോ. അതിന് എനിക്ക് അച്ഛനെ കാണണ്ടാന്ന് പ്രതീക്ഷ മോളും പറയാം കേട്ടോ. അച്ഛന് നിങ്ങളോട് ഒരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും മഞ്ജു അകത്തേക്ക് കയറി കേട്ടോ. എന്നിട്ട് എന്തായാലും ഗിരിയുടെ അമ്മയുണ്ടല്ലോ, ഗിരിയുടെ അമ്മയൊക്കെ കാണാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ. പ്രതീക്ഷ മോളെയും മഞ്ജുവിനെയും കണ്ടതിപ്പം ഗിരിയുടെ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാവാണ് കേട്ടോ. ഒന്നും സംസാരിക്കാനൊന്നും കഴിയുന്നില്ലെങ്കിലും മഞ്ജു ആണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഗിരിയുടെ അമ്മേനോട് സംസാരിക്കുന്ന സമയം കൊണ്ട് പ്രതീക്ഷയൊന്ന് ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. മോളുടെ അച്ഛനെയുടെ മോളുടെ അമ്മയ്ക്ക് ഇപ്പോഴും വലിയ സ്നേഹം തോന്നുന്നു, അതല്ലേ മോളെയും കൂട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നൊക്കെ പറയാം കേട്ടോ. ഇല്ല, എൻ്റെ അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടമല്ല എന്ന് മോള് പറയാം കേട്ടോ. അതൊന്നുമല്ല, പിന്നെ മോക്കാരെയോ അപ്പോൾ കൂടുതൽ ഇഷ്ടം, മോക്ക് അച്ഛനെ ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ഇല്ല, എനിക്ക് ജി കെ ആണ് ഇഷ്ടം എന്ന് പറയാം കേട്ടോ. ജി കെയോ, അതാരാ? അതെ എനിക്ക് ഇഷ്ടമുള്ള ഒരു അങ്കിളാന്ന് പറയാം കേട്ടോ. എന്നാൽ പിന്നെ നിൻ്റെ അമ്മയ്ക്ക് ജി കെനെ കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പം നമ്മുടെ പ്രതീക്ഷ മോളുടെ മനസ്സിലും ഒരു ഇത് വരികയാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്കും അച്ഛനെ അല്ല ഇഷ്ടം, എൻ്റെ അമ്മയ്ക്കും ജി കെ ആണ് ഇഷ്ടം എന്ന് പറയാം കേട്ടോ. അത് കേട്ടതും നമ്മുടെ പ്രീതിക്ക് ഒത്തിരി സന്തോഷമാവും കേട്ടോ. അങ്ങനെ ഗിരിയേട്ടൻ്റെ തലേന്ന് ഇവൾ ഊരിപ്പോയി കഴിഞ്ഞാൽ ഗിരിയെ തനിക്ക് സ്വന്തമാക്കാലോ എന്നുള്ള വ്യാമോഹമാണ് കേട്ടോ.
പക്ഷേ ഈ ജി കെയും ഗിരിയും ഒരാളാണെന്നുള്ള കാര്യം പ്രീതി അറിയുന്നില്ലല്ലോ. അത് വെച്ച് ഓരോ പാഴ്ക്കിനാവ് കാണുകയാണ് കേട്ടോ. പക്ഷേ തന്നെയും മകളെയും കണ്ട ശേഷം ഗിരിയേട്ടൻ എന്തിനാ ഓടി ഒളിച്ചത്? പിന്നെ ആ വീട്ടിൽ എവിടെ പരതിയിട്ടും ഗിരിയെ കാണുന്നുമില്ലല്ലോ. അതൊക്കെ മഞ്ജുവിൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനി ഈ പ്രീതി പറഞ്ഞ പോലെ തന്നെ ഗിരിയേട്ടൻ ഇപ്പോൾ തന്നെ കാണുന്നതും കുഞ്ഞിനെ കാണുന്നതും ഒക്കെ ഇഷ്ടമില്ലാതെ ഇരിക്കുമോ? പ്രതീക്ഷ മോളുടെ മനസ്സിൽ ഗിരിയേട്ടനൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാനാണല്ലോ അവളെയും കൂട്ടി താൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ടിപ്പം ഗിരിയേട്ടന് പോലും അതിൽ താല്പര്യമില്ലെങ്കിൽ താൻ എന്തിനാണ് ഇതിന് മെനക്കെടുന്നത്? ജി കെയോട് മകൾക്ക് തോന്നുന്ന ഇഷ്ടം മറ്റൊന്നുമല്ല, അവളുടെ കൂടെ സമയം ചിലവഴിക്കാൻ അവൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. സ്വന്തം അച്ഛനായിട്ട് പോലും ഗിരിയേട്ടൻ അതിനൊന്നും ശ്രമിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് മഞ്ജുവിനാകെ വിഷമം തോന്നുകയാണ് കേട്ടോ പ്രതീക്ഷ മോളുടെ കാര്യം ഓർത്തിട്ട്. മാത്രമല്ല ഗിരി ഈ പ്രീതിയുടെ വലയിൽ വീണ് കഴിഞ്ഞോ എന്നുള്ളൊരു സംശയവും നമ്മുടെ മഞ്ജുവിന് വരികയാണ് കേട്ടോ. എന്തായാലും ഈ ഗിരിയും ജി കെയും ഒരാളാണെന്നുള്ള സത്യം പ്രതീക്ഷ മോളും അതേപോലെ തന്നെ നമ്മുടെ മഞ്ജുവും തിരിച്ചറിയുന്ന ആ ദിവസത്തിനായി കാത്തിരിക്കാം. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.